പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, 1199 മിഥുനമാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള, അതായത് 2024 ജൂൺ 15 മുതൽ 21 വരെയുള്ള ശനിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള തുലാം, വൃശ്ചികം, ധനു രാശിക്കാരുടെ ശുഭാശുഭ ഫലമാണ് ഡോക്ടർ മാരാർജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. ഇവിടെ മിഥുനമാസം 1-ാം തീയതി രാത്രി 12:20 സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. തുലാം രാശിക്കാർക്ക് എപ്രകാരമാണ് ഈ ആദിത്യൻ്റെ മിഥുന മാസത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ ശുഭാശുഭങ്ങൾ എന്ന വിഷയമാണ്. ഇതാകുന്നു തുലാം രാശി. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന രാശിയാകുന്നു തുലാം രാശി. ഇവിടെ തുലാം രാശിയിൽ പ്രത്യേകിച്ച് ഗ്രഹങ്ങൾ ഒന്നുമില്ല. 2-ാം ഭാവം, 3-ാം ഭാവം, 4-ാം ഭാവം ശൂന്യമാകുന്നു. 5-ാം ഭാവത്തിൽ ശനി, 6-ാം ഭാവത്തിൽ രാഹു, മാന്തി, 7-ൽ ചൊവ്വ, അഷ്ടമത്തിൽ വ്യാഴം, 9-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, 12-ാം ഭാവത്തിൽ ചന്ദ്രൻ, കേതു. തുലാം രാശിക്കാർക്ക് പ്രായേണ ഇവിടെ കർമാധിപൻ, ജോലിയെ ചിന്തിക്കേണ്ടുന്ന ചന്ദ്രൻ ദുർബലമായി 12-ൽ നിൽക്കുന്നു ഈ വാരത്തിൽ. അതുകൊണ്ട് കർമ്മമേഖലയിൽ ചില പ്രതിസന്ധികൾ വരുന്ന വാരമാകുന്നു. അവസരങ്ങൾ ധാരാളം വരും. അത് കർമ്മത്തിലും പ്രതിഫലിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ കർമാധിപനായ ചന്ദ്രനാണ് ദുർബലമായി നിൽക്കുന്നത്. കർമ്മത്തിൽ മനസ്സിന് അത്ര സുഖമില്ലാത്ത ചില യാത്രകൾ വരാം. ആ സമയത്ത് തൻ്റെ കുടുംബത്തെ പരിരക്ഷിക്കേണ്ടുന്ന മാനസികമായ സംഘർഷങ്ങൾ, ടെൻഷൻ തുലാം രാശിക്കാർക്ക് ഉണ്ടാകുന്നതാണ്. പിതൃവ്യാധി മാത്രാദിന അന്തർവിഷാദ എന്നാണ് ഫലം പറഞ്ഞിട്ടുള്ളത്. അച്ഛനെയും അമ്മയെയും ചിന്തിച്ചുകൊണ്ട് മനസ്സിൽ വിഷാദം വരും. നച്ച ആത്മോതി കാമം, തനിക്ക് കർമ്മമേഖലയിൽ ആഗ്രഹിക്കുന്നത് കിട്ടാത്തൊരവസ്ഥ വരും. അല്പപ്രിയത്വം, തൻ്റെ പ്രിയപ്പെട്ടവരോട്, ഭാര്യയോട് പ്രിയത്വം കുറയുക. അത് യാത്രയിലൊക്കെ ആകാം. അല്ലെങ്കിൽ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാകുമ്പോൾ അത് കുടുംബ പശ്ചാത്തലത്തിൽ ഉണ്ടാക്കുന്ന സംഘർഷം മൂലം ക്ലേശങ്ങൾ അനുഭവിക്കുന്നു. ശത്രുദോഷം കർമ്മമേഖലയിൽ കൂടുന്നു. ശത്രുക്കൾ തന്നെ കർമ്മത്തിൽ ചതിക്കപ്പെടുന്ന ഒരവസ്ഥ സംജാതമാകുന്നതാണ്. അതുകൊണ്ട് കർമ്മമേഖല തുലാം രാശിക്കാർ ആദ്യം തന്നെ ശ്രദ്ധിക്കുക. ഇവിടെ 5-ാം ഭാവം, സന്താന വിഷയം ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ശനി പ്രായണ നല്ല സ്ഥാനത്തുണ്ട്. തനിക്ക് പഠിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഗവേഷകർക്ക് ഒക്കെ ഈ വാരം 5-ലെ ശനി നല്ല ഒരു ബുദ്ധിയെ പ്രദാനം ചെയ്യുന്ന വാരമാകുന്നു. 6-ലെ രാഹു മാന്തിയോടുകൂടെ നിൽക്കുന്നു. വിഷസ്പർശം പ്രായണ ഏൽക്കുന്ന ഒരു സമയമാണ്. അതേ രീതിയിൽ ചെറിയ കുട്ടികൾക്ക് കാലാവസ്ഥ മാറുമ്പോൾ മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് ബിയുമായി ബന്ധപ്പെടുന്ന രോഗങ്ങളുടെ സമയമാകുന്നു. ഫാറ്റി ലിവറുമായി ബന്ധപ്പെടുന്ന രോഗികൾക്ക് രോഗം മൂർച്ഛിക്കുന്ന ഒരു വാരമാകുന്നു. 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ യാത്രാ സംബന്ധിച്ച ചില ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതാണ്. വിവാഹത്തിന് വധുവിനെ അല്ലെങ്കിൽ വരനെ കാണാൻ വരുന്ന ബന്ധുക്കൾക്കൊക്കെ യാത്രാ തടസ്സങ്ങൾ വരുന്ന വാരമാകുന്നു. ശ്രദ്ധിക്കുക. സഹോദര ഗുണം അഥവാ സഹായികളുടെ ഗുണം പ്രായണ കുറയുന്ന വാരമാകുന്നു. അഷ്ടമഭാവത്തിൽ വ്യാഴമുണ്ട്. കഫജന്യമായ രോഗങ്ങളെ ഭയപ്പെടുക. ഈ ദോഷങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും തുലാം രാശിക്കാർക്ക് രാശിധിപനായ ശുക്രൻ വളരെ ശക്തമായി 9-ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് ഭാഗ്യാധിപനായ ബുധനോടുകൂടെ നിൽക്കുന്നു. അവിടെ ലാഭാധിപനായ സൂര്യനുമുണ്ട്. അതുകൊണ്ട് പൗരാണികമായ വിഷയത്തിൽ പ്രായണ നല്ല ചില ഫലങ്ങൾ അനുഭവിക്കുവാൻ തുലാം രാശിക്കാർക്ക് യോഗമുണ്ട്. പൂർവികമായ സ്വത്ത് ലഭിക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാക്കപ്പെടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വിഷ്വൽ മീഡിയ, സിനിമാ മേഖല, എഴുത്തുകാർ, ഇവർക്കൊക്കെ നല്ല അംഗീകാരം ലഭിക്കുന്ന വാരമാകുന്നു ഈ വാരം. ക്രിയാതുംഗതാം എന്നാണ് ഫലം പറഞ്ഞിട്ടുള്ളത്. കർമ്മമേഖലയിൽ തുംഗതാം, ഒരു ഉയർന്ന സ്ഥാനം ലഭിക്കുന്നു. പ്രത്യേകിച്ച് തുലാം ഒരു വിഷ്വൽ മീഡിയയുമായിട്ട് ബന്ധപ്പെടുന്ന രാശിയാകുന്നു. അതേ രീതിയിൽ ഇലക്ട്രോണിക്സ് മേഖല, ലോജിസ്റ്റിക്സ് മേഖല, ഈ മേഖലകളിലൊക്കെ
അല്ലെങ്കിൽ എയർഫോഴ്സ് സയൻറ്റിസ്റ്റുകളുമായി ബന്ധപ്പെടുന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രായേണ ഒരു നല്ല അനുഭവം തൻ്റെ കർമ്മ സങ്കേതത്തിൽ ലഭിക്കുകയും ചെയ്യുന്നു. പുതിയ ജോലി ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് കർമ്മ തടസ്സങ്ങൾ പറഞ്ഞു. പക്ഷേ ജോലിയിൽ ഉള്ള വ്യക്തികൾക്ക് കർമ്മത്തിൽ ഒരു അധികാരം അല്ലെങ്കിൽ പ്രശസ്തി ലഭിക്കുന്ന വാരവും കൂടെയാകുന്നു തുലാം രാശിക്കാർക്ക്. ഇനി തുലാം രാശിക്കാർക്ക് തങ്ങളുടെ കാര്യസിദ്ധിക്ക് വേണ്ടി പുറപ്പെടേണ്ടുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ടുന്ന അനുകൂല ദിവസങ്ങളാകുന്നു 17-ാം തീയതി തിങ്കളാഴ്ച ചിത്ര നക്ഷത്രവും 18-ാം തീയതി ചൊവ്വാഴ്ച ചോതി നക്ഷത്രവും 19-ാം തീയതി ബുധനാഴ്ച 5 മണിക്ക് ശേഷമുള്ള അനിഴം നക്ഷത്രവും 20-ാം തീയതി വ്യാഴാഴ്ച അനിഴം നക്ഷത്രത്തിൻ്റെ കുറേ നാഴികകൾ ബാക്കിയുണ്ട്. എങ്കിലും അന്ന് ചതുർദശി തിഥിയാണ്. സാമ്പത്തിക വിഷയങ്ങളിൽ ഇടപെടുന്നത് അത്ര അഭികാമ്യമല്ല. ദോഷപരിഹാരമായി തുലാം രാശിക്കാർ ദേവീക്ഷേത്രത്തിൽ വിളക്ക്, മാല, പായസം വഴിപാടായി സമർപ്പിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല, പാൽപ്പായസവും വഴിപാടായി സമർപ്പിക്കുക. എല്ലാ പ്രിയപ്പെട്ട തുലാം രാശി പ്രേക്ഷകർക്കും ഒരു സമ്പന്നമായ സുസ്ഥിരമായ വാരം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു വൃശ്ചികം രാശിക്കാരുടെ മിഥുനം 1 മുതൽ 7 വരെയുള്ള ജൂൺ 15 മുതൽ 21 വരെയുള്ള ശനിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ശുഭ ഫലങ്ങൾ. ഈ വാരം വൃശ്ചികം രാശിക്കാർക്ക് പ്രായണ അനുകൂലമായ വാരമാണെന്ന് തന്നെ പറയണം. വൃശ്ചികം രാശി എന്നാൽ വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന 2.25 നക്ഷത്രങ്ങളുടെ കൂട്ടമാകുന്നു വൃശ്ചികം രാശി. ഇവിടെ വൃശ്ചികം രാശിയിൽ 4-ൽ ശനി, 5-ാം ഭാവത്തിൽ രാഹു, മാന്തി, 6-ൽ ചൊവ്വ, 7-ൽ വ്യാഴം, അഷ്ടമത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, 11-ാം ഭാവത്തിൽ ചന്ദ്രൻ, കേതു. ഇതാകുന്നു ഗ്രഹനില. വൃശ്ചികം രാശിക്കാർക്ക് പ്രായണ രാശി അധിപനായ ചൊവ്വ അതിശക്തമായി 6-ാം ഭാവത്തിൽ ബലവാൻ ശത്രുജിതശ്ച ശത്രുയാദേ, ബലവാനും ശത്രുക്കളെ ജയിക്കുമെന്ന് പറയുന്ന ഫലത്തോടുകൂടി 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. ലഗ്നത്തിന് ബലമുണ്ട്. തൻ്റെ പഠനം, ധനപരം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന വ്യാഴം ഇഷ്ടഭാവത്തിൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. നല്ല ഫലമാണ്. സഹോദര ഗുണം ചിന്തിക്കേണ്ടുന്ന ശനി, 4-ാം ഭാവാധിപത്യം, ഭൂമി, വീട് ഇതുമായി ബന്ധപ്പെടുന്ന ഗ്രഹമായി 4-ാം ഭാവത്തിൽ നന്നായി ശോഭിക്കുന്നു. അമ്മയെ ശുശ്രൂഷിക്കേണ്ടുന്ന വാരമാകുന്നു. ഇപ്പോൾ ദൂരജോലിയുള്ള മക്കൾക്ക് അമ്മയെ തൻ്റെ കൂടെ വന്ന് താമസിപ്പിക്കുവാനുള്ള വളരെ അനുകൂലമായ വാരമാകുന്നു. അതേ രീതിയിൽ സ്നേഹനിധിയായ അമ്മ തൻ്റെ മക്കൾക്ക് തൻ്റെ സ്വത്തോ ഭൂമിയോ അല്ലെങ്കിൽ ധനമോ വീതം വെച്ച് കൊടുക്കുവാനുള്ള ഒരു അനുകൂലമായ സമയവും കൂടെ ഇവിടെ സംജാതമാകുന്നുണ്ട്. ഉദരസംബന്ധമായ രോഗങ്ങളെ ശ്രദ്ധിക്കുക. കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ പൈൽസുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ വരുത്തുന്ന വാരമാകുന്നു, ശ്രദ്ധിക്കുക. അന്യദേശത്ത് പോയി പേരും പ്രശസ്തിയും ഉണ്ടാകേണ്ട ഒരു യോഗം കാണുന്നുണ്ട്. അഷ്ടമത്തിലെ ബുധൻ, ദേശാന്തരെ വിശ്രുതാഹ, അന്യദേശത്ത് പ്രശസ്തരാവുമെന്നാണ്. ആയുസ്സിന് ദോഷമൊന്നുമില്ല. രാജാവ് തനിക്ക് ഇരിപ്പിടം അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ തരേണ്ട യോഗം കാണുന്നുണ്ട്. പക്ഷെ അവിടെയും ഈ മാസം അഷ്ടമത്തിലെ ആദിത്യൻ ധാരാളം ശത്രുക്കളെ ഉണ്ടാക്കുന്നു. ജോലിക്ക് പ്രമോഷൻ ലഭിക്കേണ്ടുന്ന വ്യക്തിക്ക് മേലധികാരികളുടെ അപ്രിയം വന്നിട്ട് ആ പദവി നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ അത് സസ്പെൻഡ് ചെയ്യപ്പെടുവാനോ യോഗം കാണപ്പെടുന്നു. അഷ്ടമത്തിൽ ശുക്രനുമുണ്ട്. ജനക്ഷുദ്രവാദി ചിരം ചാരു ജീവേത്, ക്ഷുദ്രമായി സംസാരിക്കുമെന്നാണ്. അതുകൊണ്ട് തൻ്റെ വാക്കിലൂടെ ശത്രുക്കളെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു വാരമാകുന്നു. അനാവശ്യമായി ഒരു വാക് തർക്കങ്ങൾക്കും ഒന്നും ഈ വാരം പോകാൻ പാടില്ല. ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നു. സ്നേഹാധിക്യം കൊണ്ട് തൻ്റെ ധാരാളം സൗഹൃദങ്ങൾ നഷ്ടപ്പെടുന്നു. ചില പ്രണയത്തിൽ എടുത്തുചാടി അതിലൂടെ മാനസികമായ ധാരാളം സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പേരുദോഷവും വരുന്ന വാരമാണ്. സൗഹൃദം വളരെ ശ്രദ്ധിച്ച് വേണം.
അത് പുരുഷനായാലും സ്ത്രീ ആയാലും രക്ഷിതാക്കൾ അറിയാതെ വിവാഹ തീരുമാനങ്ങൾ എടുത്തു ചാടി തീരുമാനിക്കേണ്ടുന്ന സമയമല്ല ഇത്. ക്ഷമിക്കുക, കാത്തിരിക്കുക. ഇതാണ് വൃശ്ചികം രാശിക്കാർക്ക് ഏറ്റവും നല്ല ഉപദേശം തരുവാനുള്ളത്. ഭാഗ്യാധിപനായ ചന്ദ്രൻ 11ാം ഭാവത്തിൽ നിൽക്കുന്നതും പ്രായേണ വിദേശയാത്രയ്ക്കൊക്കെ അനുകൂലമായ സമയമാണ്. പഠിതാക്കൾക്ക് നല്ല സമയമാകുന്നു. ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെടുന്ന, ഉപരിപഠനവുമായി ബന്ധപ്പെടുന്ന കോഴ്സുകളുമായി ബന്ധപ്പെട്ട് ദൂരത്തേക്ക് സഞ്ചരിക്കുവാൻ. പക്ഷേ ബാംഗ്ലൂരുമായി ബന്ധപ്പെടുന്ന ചില തടസ്സങ്ങൾ അവിടെ ഉടലെടുക്കുന്നതാണ്. രേഖകൾ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടുന്ന സമയമാകുന്നു. അശ്രദ്ധമായി രേഖകൾ കൈകാര്യം ചെയ്ത് രേഖ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന വാരമാണ്. പരിഹാരമായി ശിവക്ഷേത്രത്തിൽ കൂവളമാല ജലധാര ചെയ്യുക. ദേവീക്ഷേത്രത്തിൽ ഒരു പുഷ്പാഞ്ജലി പായസവും വഴിപാടായി സമർപ്പിക്കുക. അനുകൂലമായ ദിവസങ്ങൾ വൃശ്ചികം രാശിക്കാർക്ക് 16ാം തീയതി ഞായറാഴ്ച അത്തം നക്ഷത്രം ശുക്ലപക്ഷ ദശമി തിഥിയാകുന്നു. 17ാം തീയതി തിങ്കളാഴ്ച ചിത്ര നക്ഷത്രം, 18ാം തീയതി ചൊവ്വാഴ്ച ചോതി നക്ഷത്രം, 19ാം തീയതി ബുധനാഴ്ച അനിഴം നക്ഷത്രം, 20ാം തീയതി ചതുർദശി തിഥിയാണ്. അതുകൊണ്ട് ധനപരമായ ഇടപെടലുകൾക്കൊന്നും അനിഴം നക്ഷത്രം ശുഭമല്ല. 17ാം തീയതി തിങ്കളാഴ്ച വാങ്ങുവാനും കൊടുക്കുവാനും ചിത്ര നക്ഷത്രം അനുകൂലമല്ല. ബാക്കി എല്ലാ സത്കർമ്മങ്ങൾക്കും വളരെ അനുകൂലമായ ദിനങ്ങളാണ് ഡോക്ടർ മാരാജ് നിങ്ങളുമായി ചർച്ച ചെയ്തത്. എല്ലാ പ്രിയപ്പെട്ട വൃശ്ചിക രാശി പ്രേക്ഷകർക്കും വളരെ അനുകൂലമായ ഒരു ശുഭവാരം നേരുന്നു. നന്ദി, നമസ്തേ. പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം അടുത്തതായി ചർച്ച ചെയ്യുന്നു ധനുരാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ. ധനുരാശിക്കാർക്ക് മിഥുനം 1 മുതൽ 7ാം തീയതി വരെയുള്ള, ജൂൺ 15ാം തീയതി മുതൽ 21ാം തീയതി വരെയുള്ള, ശനിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. ധനുരാശിയിൽ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ഉൾപ്പെടുന്നു. സ്വതവേ ഒരു ഹൃദയക രാശിയാണ് ധനുരാശി. ദൈവനിയോഗം കൊണ്ട് തൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന ഒരു നല്ല ഗുണം ധനുരാശിക്കുണ്ട്. ഇന്ന് ധനുരാശിക്കാർക്ക് പ്രായേണ ഒരു വസുമദ്യോഗമുണ്ട്. ഈ വസുമദ്യോഗം സജീവഹ ചില മന്ത്രിജോലി, ഉപദേശങ്ങൾ, കൺസൾട്ടൻസിക്കൊക്കെ അനുകൂലമാണ്. കർമ്മമേഖല പ്രായേണ വളരെ അനുകൂലമായി കാണപ്പെടുന്നു. കർമാധിപനായ ബുധൻ 7ാം ഭാവത്തിൽ ഭദ്രമഹായോഗം ചെയ്ത് ഭാഗ്യാധിപനായ സൂര്യനോടും ശുക്രനോടും കൂടെ നല്ല ഒരു പൊസിഷനിൽ നിൽക്കുന്നു. നല്ല സൗഹൃദങ്ങൾ വരും. വിദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ധനുരാശിക്കാർക്ക് പ്രായേണ യാത്രാ ദുരിതങ്ങൾ ഒന്നും കാണപ്പെടുന്നില്ല. സ്വസ്ഥത കുറച്ച് കുറയും. അത് യാത്രയിൽ വീട് വിട്ട് നിൽക്കുന്ന അവസ്ഥ, അമ്മയെ പിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ, ഇതൊക്കെ അനുഭവിക്കേണ്ടുന്ന വാരമാകുന്നു. പുതിയ പ്രണയബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, അതിലൂടെ വിവാഹത്തിലേക്ക് എത്തിപ്പെടേണ്ടുന്ന വാരമാണ്. ബന്ധുക്കളുമായി നല്ലൊരു സൗഹൃദം അനുഭവിക്കേണ്ട യോഗം 10ലെ ചന്ദ്രൻ തരുന്നു. സുഖം ബാന്ധവേഭ്യ കഘേ ധർമ്മകർമ്മ സമുദ്രാംഗജേ ശം നരേശാദിതോപി. 10ൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ രാജാവിൽ നിന്നും വരുമാനമുണ്ടാകുന്നു എന്നാണ്. രാജാവിൻ്റെ കൈകൊണ്ട് പട്ടും വളയും ലഭിക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അതിനാൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന വ്യക്തികൾക്ക്, ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് തങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുവാനുള്ള ഒരു സുവർണാവസരം ഈ സമയത്ത് ഈ ത്രിഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്നു. മൂത്രാശയ സംബന്ധമായ, യൂറോളജി സംബന്ധമായ ക്ലേശങ്ങളുടെ വാരമാകുന്നു. പ്രോസ്റ്റേറ്റ് ഗ്ലാൻസുമായി ബന്ധപ്പെടുന്ന രോഗികൾ ഡോക്ടറെ നിർബന്ധമായും കാണേണ്ടതാണ്. കുട്ടികൾക്ക് പഠന വിഷയത്തിനും വളരെ അനുകൂലമാണ്. വാശിയോടുകൂടി തങ്ങളുടെ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരവസ്ഥ ഈ വാരം 5ൽ നിൽക്കുന്ന ചൊവ്വ പ്രദാനം ചെയ്യുന്നു. കുട്ടികൾക്ക് സുബ്രഹ്മണ്യ പ്രീതിക്കായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ പൂജ അല്ലെങ്കിൽ പഞ്ചാമൃതം, ത്രിമധുരം വഴിപാടായി ചെയ്യാവുന്നതാണ്. ഓം വജദ്ഭുവേ നമഃ എന്ന മന്ത്രവും നല്ല അനുകൂല സ്ഥിതി ഉണ്ടാക്കുന്നതാണ്. ജലത്തിൽ വീഴാതെ ശ്രദ്ധിക്കുക. ഫിറ്റ്സുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് അപസ്മാരബാധ ഉണ്ടാകുന്നു ഈ വാരത്തിൽ. പരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല, പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുക. അനുകൂല ദിവസങ്ങൾ
16-ാം തീയതി ഞായറാഴ്ച അത്തം നക്ഷത്രം, വെളുത്തപക്ഷത്തിലെ ദശമിയാണ്. 17-ാം തീയതി തിങ്കളാഴ്ച ചിത്ര നക്ഷത്രം വളരെ ഗുണമാണ്. സാമ്പത്തികമായ വാങ്ങൽ കൊടുക്കൽ വേണ്ട എന്ന് മാത്രം. 18-ാം തീയതി ചൊവ്വാഴ്ച ചോതി നക്ഷത്രം അനുകൂലമാണ്. 19-ാം തീയതി ബുധനാഴ്ച 5 മണി മുതൽ അനിഴം നക്ഷത്രം, അന്ന് പകലും. 20-ാം തീയതി വ്യാഴാഴ്ച അനിഴം നക്ഷത്രവും ശുഭമാണ്. ചതുർദശി തിഥിയാകയാൽ സാമ്പത്തികമായ ഒരു ഇടപെടലുകൾക്കും 20-ാം തീയതി വ്യാഴാഴ്ച അനുകൂലമല്ല. സഹോദര ഗുണം കാര്യമായി അനുഭവിക്കപ്പെടാൻ യോഗമുള്ള വാരമാകുന്നു. സാമ്പത്തികമായി പ്രായേണ നല്ലൊരു അനുഭവങ്ങൾ തരുന്ന വാരമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട ധനുരാശി പ്രേക്ഷകർക്കും ഡോക്ടർ മാരാർജിയുടെ മംഗള ആശംസകൾ. നന്ദി, നമസ്തേ.